ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ നിന്നുള്ള ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ നിന്നും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രാൻസിസ്റ്റർ ഈസ് എ ഡാഷ് ഓപ്പറേറ്റഡ് ഡിവൈസ്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറണ്ട് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ് ആണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കറണ്ട് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ് ആണ്. അതായത് ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ഇൻപുട്ട് കറണ്ടിനനുസരിച്ചിട്ടാണ് ഔട്ട്പുട്ട് കറണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു കറണ്ട് ഡിവൈസ് ഉണ്ട്, വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ്. അതിന് എക്സാമ്പിൾ ആണ് ജെഫെറ്റ്, മോസ്ഫെറ്റ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് ഡിവൈസ് ഉണ്ട്, അതാണ് നമ്മുടെ 741 IC ആയിട്ടുള്ള ഓപ്പ് ആമ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി കറണ്ട് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ട്രാൻസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഡിജിറ്റൽ സർക്യൂട്ട്സ് ദേ യൂഷ്വലി ഓപ്പറേറ്റ്സ് ഇൻ. ഡിജിറ്റൽ സർക്യൂട്ട്സിന്റെ ഔട്ട്പുട്ട് നമുക്കറിയാം 0യോ 1ഓ ആയിരിക്കും. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് ഡിജിറ്റൽ സർക്യൂട്ട്സിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഏതൊക്കെ റീജിയനിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. നമുക്ക് റീജിയൻസ് എന്ന് പറയുന്നത് ആക്റ്റീവ് റീജിയൻ ഉണ്ട്, സാച്ചുറേഷൻ റീജിയൻ ഉണ്ട്, അതേപോലെ കട്ട് ഓഫ് റീജിയൻ ഉണ്ട്, റിവേഴ്സ് ആക്റ്റീവ് റീജിയൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് റീജിയനിലാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ ഒരു ഡിജിറ്റൽ സർക്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് സാച്ചുറേഷൻ റീജിയൻ ആൻഡ് കട്ട് ഓഫ് റീജിയൻ എന്നുള്ളതാണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ. കാരണം സാച്ചുറേഷൻ റീജിയൻ ആൻഡ് കട്ട് ഓഫ് റീജിയൻ നമ്മൾ സ്വിച്ച് ആയിട്ട്, ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന റീജിയൻസ് ആണ്. ആക്റ്റീവ് റീജിയൻ ആകുമ്പോൾ എമിറ്റർ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസും കളക്ടർ ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസും ആയിരിക്കും. സാച്ചുറേഷൻ റീജിയനിൽ ഈ രണ്ട് റീജിയനും, എമിറ്റർ റീജിയനും കളക്ടർ റീജിയനും എന്തായിരിക്കും? ഫോർവേഡ് ബയാസിലായിരിക്കണം. കട്ട് ഓഫിലാണെങ്കിൽ ഇതേപോലെ തന്നെ എമിറ്റർ റീജിയനും കളക്ടർ റീജിയനും റിവേഴ്സ് ബയാസിലായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു സ്വിച്ചിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സാച്ചുറേഷൻ റീജിയൻ എടുക്കുക. സാച്ചുറേഷൻ റീജിയനകത്ത് നമ്മൾ ഓൺ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത് ഓൺ സ്വിച്ച്. ഓൺ സ്വിച്ചിന്റെ കേസിൽ എങ്ങനെയായിരിക്കും? ഒരു സ്വിച്ച് ഓൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും സർക്യൂട്ട് വരിക. ആ സ്വിച്ച് ഓൺ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തായിരിക്കും? ഔട്ട്പുട്ടിൽ 0 ആയിരിക്കും വരിക. ഓൺ സ്വിച്ചിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ സാച്ചുറേഷൻ റീജിയൻ ഡിജിറ്റൽ സർക്യൂട്ടിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിജിറ്റൽ വാല്യൂ ആയിട്ടുള്ള 0 ആയിരിക്കും ഔട്ട്പുട്ട് വരിക. അതേപോലെ തന്നെ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ കട്ട് ഓഫ് റീജിയൻ ആണ് ഓഫ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ കട്ട് ഓഫ് റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫ് സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ സ്വിച്ച് ഓപ്പൺ ആയി ഇരിക്കുകയായിരിക്കും. അപ്പോഴല്ലേ നമ്മുടെ സർക്യൂട്ടിൽ കണക്ഷൻ ഉണ്ടാവില്ല. നമുക്ക് ഈ കിട്ടുന്ന ഇൻപുട്ട് മുഴുവനായിട്ടും എന്ത് ചെയ്യും? ഔട്ട്പുട്ടിൽ കിട്ടും. ഇൻപുട്ട് ഫുൾ ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ എന്തായിരിക്കും? ഇവിടെ കട്ട് ഓഫ് റീജിയനിലായിരിക്കും നമ്മുടെ ഡിജിറ്റൽ വാല്യൂ 1 വരുന്നത്. അതേപോലെ സാച്ചുറേഷൻ റീജിയനിലായിരിക്കും ഡിജിറ്റൽ വാല്യൂ 0 വരുന്നത്. എന്തായാലും ഡിജിറ്റൽ സർക്യൂട്ട് യൂസ് ചെയ്യുമ്പോൾ സാച്ചുറേഷൻ ആൻഡ് കട്ട് ഓഫ് റീജിയനിലാണ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if a 2 millivolt signal produces a 2 volt output, what is the voltage gain? ഇവിടെ ചോദിച്ചിരിക്കുന്നത് വോൾട്ടേജ് ഗെയിനിന്റെ ഇക്വേഷൻ ആണ്. എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട് 2 വോൾട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ട് 2 മില്ലി വോൾട്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ മില്ലി വോൾട്ടിനെ വോൾട്ടേജ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ ഈ വോൾട്ടിനെ മില്ലി വോൾട്ട് ആക്കി മാറ്റുക. രണ്ടും ഒരേ യൂണിറ്റിലാക്കുക. അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2000 മില്ലി വോൾട്ട് ഡിവൈഡഡ് ബൈ 2 മില്ലി വോൾട്ട് എന്ന് കിട്ടും. 2 വോൾട്ട് എന്ന് പറഞ്ഞാൽ 2000 മില്ലി വോൾട്ട് ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 1000 ആണ് വോൾട്ടേജ് ഗെയിൻ കിട്ടുക. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലീസ്റ്റ് ഡിസ്റ്റോർഷൻ ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് പവർ ആംപ്ലിഫയർ ഈസ് ഇൻ. ലീസ്റ്റ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ പവർ ആംപ്ലിഫയറിൽ ക്ലാസ് എ പവർ ആംപ്ലിഫയറിനായിരിക്കും. നമ്മൾ ഈ പവർ ആംപ്ലിഫയേഴ്സിന്റെ ഒരു ടേബിൾ പഠിക്കേണ്ടതുണ്ട്. അതായത് ഡിസ്റ്റോർഷൻ, അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. ഇതിൽ ലീസ്റ്റ് ഡിസ്റ്റോർഷൻ വരുന്ന പവർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ക്ലാസ് എ എന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് ആ ഒരു ടേബിളും കൂടെ ഒന്ന് പരിചയപ്പെടാം. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, അതുപോലെ ക്ലാസ് എ ബി, ഇത്രയാണ് കാറ്റഗറി ഉള്ളത്. പിന്നെ നമുക്ക് അതിൽ നോക്കേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ടും PSCക്ക് റിപ്പീറ്റഡ്ലി ചോദിച്ചു വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് നമുക്കതൊരു ടേബിൾ ഫോമിൽ എന്ത് ചെയ്യാൻ പറ്റും?
നോക്കാൻ പറ്റും. ഇതിന്റെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ആണ്. ക്ലാസ് എയിൽ 360 ഡിഗ്രിയും കണ്ടക്ഷൻ നടക്കും. ഇവിടെയാണെങ്കിൽ 180 ഡിഗ്രി, ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും ലെസ് ദാൻ 180 ഡിഗ്രിയെ നടക്കുന്നുണ്ടാവുള്ളൂ. ഇവിടെ മോർ ദാൻ 180 ഡിഗ്രി ആയിരിക്കും, മോർ ദാൻ 180 ഡിഗ്രി, പക്ഷെ ലെസ് ദാൻ എന്തായിരിക്കും 360 ഡിഗ്രി. കാരണം ഈ എ ബി എന്ന് പറയുമ്പോൾ എയുടെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടാവും, ബിയുടെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടാവും. 360 ഡിഗ്രിക്കും 180 ഡിഗ്രി ക്ലാസ് എയുടെയും ക്ലാസ് ബിയുടെയും ഇടയിലായിട്ടായിരിക്കും വരിക. അതുകൊണ്ടാണ് 180 ഡിഗ്രിക്കും 360 ഡിഗ്രിയുടെയും ഇടയിലായിട്ടായിരിക്കും ഇതിന്റെ കണ്ടക്ഷൻ സൈക്കിൾ വരുന്നത്. ഓക്കെ, അടുത്തത് ക്യൂ പോയിന്റിന്റെ പൊസിഷൻ ആണ്. ഈ ഓരോ ആംപ്ലിഫയേഴ്സിലും പവർ ആംപ്ലിഫയേഴ്സിലെയും ക്യൂ പോയിന്റ് പൊസിഷൻ ഇത് കറക്റ്റ് സെന്ററിലായിരിക്കും. കാരണം കണ്ടക്ഷൻ 360 ഡിഗ്രി ഉള്ളത് കൊണ്ട് സെന്ററിലായിരിക്കും. ഇത് എക്സ് ആക്സിസിലായിരിക്കും, ഇത് ബിലോ എക്സ് ആക്സിസ് ആയിരിക്കും. കാരണം നമുക്കറിയാലോ 180 ഡിഗ്രിക്ക് ബിലോ ആണ്, അതുകൊണ്ട് തന്നെ ബിലോ എക്സ് ആക്സിസ് ആയിരിക്കും. ഇത് എബോവ് എക്സ് ആക്സിസ് ആയിരിക്കും. ഓക്കെ, എബോവ് എക്സ് ആക്സിസ് ആയിരിക്കും. അങ്ങനെ വരും. പിന്നെ എഫിഷ്യൻസി നോക്കുമ്പോൾ എഫിഷ്യൻസിയുടെ ക്വസ്റ്റ്യൻ, എഫിഷ്യൻസി മിക്കപ്പോഴും PS റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ട്. എഫിഷ്യൻസി എന്ന് പറയുന്നത് 25% ഓർ 50% ആണ് ക്ലാസ് എയുടെ കേസിൽ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എഫിഷ്യൻസി കൂടുതലാണ്, 78.5 ആണ്. ഏറ്റവും ഹയർ എഫിഷ്യന്റ് ആയ പവർ ആംപ്ലിഫയർ ഏതാണെന്ന് ചോദിച്ചാൽ ക്ലാസ് സി ആണ്. അതേപോലെ എ ബിയുടെ കേസിൽ 50% to 78.5%. എ ബിയുടെ കേസ് നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ എക്കും ബിയുടെയും ഇടയിലായിരിക്കും എന്നുള്ള ഓർത്താൽ മതി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിസ്റ്റോഷന്റെ കാര്യമാണ്. ഡിസ്റ്റോഷന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് എയിൽ ഡിസ്റ്റോഷൻ ആബ്സെന്റ് ആണ്, ഡിസ്റ്റോഷൻ ഇല്ലാത്ത ഒരു പവർ ആംപ്ലിഫയർ ആണ് ക്ലാസ് എ. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ വന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ക്ലാസ് എയേക്കാൾ കൂടുതലായിരിക്കും എന്ത്? മോർ ദാൻ ക്ലാസ് എ ആയിരിക്കും ക്ലാസ് ബിയിൽ. അതേപോലെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റോഷൻ ഉള്ളത് നമ്മുടെ പവർ ആംപ്ലിഫയറിൽ ക്ലാസ് സി ആണ്. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് സിയേക്കാൾ ലെസ് ആയിരിക്കും എന്ത്? ഇതിലെ ഡിസ്റ്റോഷൻ ക്ലാസ് സിയേക്കാളും ലെസ് ആയിരിക്കും നമ്മുടെ എ ബിയിലെ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റോഷനും ഏറ്റവും കൂടുതൽ എഫിഷ്യൻസിയും ഉള്ള പവർ ആംപ്ലിഫയർ ഏതാന്ന് ചോദിച്ചാൽ ക്ലാസ് സി ആണ് വരിക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത് ഇല്ലാത്ത ക്ലാസ് ആംപ്ലിഫയർ ഏതാണ്? ഏറ്റവും ലീസ്റ്റ് ഡിസ്റ്റോഷൻ ക്ലാസ് എ ആണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് സി ആംപ്ലിഫയർ, നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ക്ലാസ് സി ആംപ്ലിഫയറിൽ ഞാൻ പറഞ്ഞു എന്തായിരിക്കും? എഫിഷ്യൻസി മാക്സിമം ആയിരിക്കും, എഫിഷ്യൻസി മാക്സിമവും ഡിസ്റ്റോഷനും മാക്സിമം ആയിരിക്കും. രണ്ടും മാക്സിമം തന്നെ ആയിരിക്കും. അതുകൊണ്ട് എന്തായിരിക്കും ഇവിടെ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരുന്നത്. എഫിഷ്യൻസിയും മാക്സിമം ആണ്, അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഡിസ്റ്റോഷനും എന്താണ്? മാക്സിമം ആണ്, അതൊരു ഡിസഡ്വാൻറ്റേജും ആണ്. ഓക്കെ, ക്ലാസ് സിയിൽ. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ആ ടേബിൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഇങ്ങനെ വരുന്ന ഏത് ക്വസ്റ്റ്യനും നമുക്കപ്പോൾ ആൻസർ ചെയ്യാൻ സാധിക്കും. ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ വിൽ ഒക്കർ ഇൻ. ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത് ഒക്കർ ചെയ്യുന്നത് ഏത് ആംപ്ലിഫയേഴ്സിൽ നിന്നാണ്? ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയേഴ്സിലാണ്. ഓക്കെ, പുഷ് പുൾ ആംപ്ലിഫയേഴ്സിലാണ് എന്തുണ്ടാവുന്നത്? ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ ഉണ്ടാവുന്നത്. പുഷ് പുൾ ആംപ്ലിഫയേഴ്സിൽ 2 ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, 2 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 2 ട്രാൻസിസ്റ്റർ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുഷ് പുൾ ആംപ്ലിഫയർ ഉണ്ടാക്കുന്നത്. അത് ആംപ്ലിഫൈ ചെയ്യുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെയും പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെയും അതേപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെയും ഒരുപോലെ ആംപ്ലിഫൈ ചെയ്യും ഈ പുഷ് പുൾ ആംപ്ലിഫയേഴ്സ്. അപ്പോൾ നമ്മൾ ക്ലാസ് ബി പവർ ആംപ്ലിഫയർ എടുക്കുമ്പോൾ കട്ട് ഓഫ് പോയിന്റ് ബയാസ് ചെയ്യുന്നത് നമുക്കറിയാം, കട്ട് ഓഫ് പോയിന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസിസ്റ്റർ മാത്രമേ അറ്റ് എ ടൈം എന്ത് ചെയ്യുന്നുള്ളൂ? വർക്ക് ചെയ്യുന്നുള്ളൂ, കണ്ടക്ഷൻ പോസിബിൾ ആക്കുന്നുള്ളൂ. അപ്പൊ ആ ഒരു ട്രാൻസിസ്റ്ററിന്റെ കണ്ടക്ഷൻ കഴിഞ്ഞിട്ട് മറ്റേ ട്രാൻസിസ്റ്ററിലേക്ക് എത്തുന്ന ആ ഒരു സ്വിച്ചിങ് ടൈമിന്റെ ഡിഫറൻസിൽ ഉണ്ടാവുന്ന ഒരു ഡിസ്റ്റോഷൻ ആണ് എന്ത്? ഈ ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. ആ സ്വിച്ചിങ് ടൈമിൽ ഉണ്ടാവുന്ന ഡിസ്റ്റോഷൻ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? നമുക്ക് ക്ലാസ് ബിയിലാണ് കോമൺ ആയിട്ടും ഈ ഒരു ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ ഒക്കർ ചെയ്യുന്നത്. പുഷ് പുൾ ആംപ്ലിഫയേഴ്സിലാണ് കോമൺലി ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ ഒക്കർ ചെയ്യുന്നത്. 0 ക്രോസിംഗ് പോയിന്റിൽ ഉണ്ടാവുന്ന ഒരു ഡിസ്റ്റോഷൻ ആണ് എന്ത്? ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ. സോ ഇവിടെ ഓപ്ഷൻ എ പുഷ് പുൾ ആംപ്ലിഫയർ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വോൾട്ടേജ് ആംപ്ലിഫയേഴ്സ് ദ ലോഡ് റെസിസ്റ്റൻസ് ഷുഡ് ബി. വോൾട്ടേജ് ആംപ്ലിഫയേഴ്സിൽ ലോഡ് റെസിസ്റ്റേഴ്സ് ഇതിൽ ഓപ്ഷൻ പിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ എ പറയാം. കാരണം ആസ് ലാർജ് ആസ് പോസിബിൾ. നമുക്കറിയാം വോൾട്ടേജ് ആംപ്ലിഫയേഴ്സിൽ ലോഡ് റെസിസ്റ്റൻസ് ഹൈ ആവുമ്പോൾ ട്രാൻസിസ്റ്ററിന് ഹൈ വോൾട്ടേജ് ഗെയിൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്ററിന് പ്രൊപ്പോർഷണൽ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ഹൈ വോൾട്ടേജ് ഗെയിൻ അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ പവർ ഗെയിനിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ
V²/R എന്നുള്ളതാണ് പവറിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്കറിയാം ഈ ലോഡ് റെസിസ്റ്റൻസ് ഹൈ ആവുമ്പം എന്ത് ചെയ്യും, ഈ പവർ ഗെയിൻ ലോ ആവും. അതുകൊണ്ട് തന്നെ ഇതൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് പവർ ഗെയിൻ കുറയാനും ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ലാർജ് ആസ് പോസിബിൾ എന്ന് ശരിക്കും പറഞ്ഞാൽ പറയാൻ പറ്റില്ല, ഒരുപാട് ഹൈ ആവാൻ പാടില്ല. പക്ഷെ PSCയുടെ ആൻസർ കീയിൽ പറയുന്നത് ആസ് ലാർജ് ആസ് പോസിബിൾ എന്നാണ്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ എ റൈറ്റ് ആണെന്ന് പറയാം. ഒരുപാട് ലാർജ് ആവാനും പാടില്ല, എങ്കിൽ ഒരു എന്ത് ചെയ്യണം, മോഡറേറ്റ് ലെവൽ ലാർജ് ആയിരിക്കണം. അങ്ങനെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമ്മുടെ വോൾട്ടേജ് ഗെയിൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാർലിംഗ്ടൺ ആംപ്ലിഫയർ സർക്യൂട്ട് ഈസ് ഒബ്റ്റൈൻഡ് ബൈ കാസ്കേഡിംഗ്. നമ്മുടെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ട്സിലെ ഒരു ഇമ്പോർട്ടന്റ് സർക്യൂട്ട് ആണ് ഡാർലിംഗ്ടൺ ആംപ്ലിഫയർ. ഡാർലിംഗ്ടൺ ആംപ്ലിഫയർ എന്ന് പറയുന്നത് 2 കോമൺ കളക്ടർ ആംപ്ലിഫയേഴ്സ് കാസ്കേഡ് ചെയ്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. 2 കോമൺ കളക്ടർ, ഇവിടെ ഓപ്ഷനിൽ അത് ഉണ്ടോ എന്ന് നോക്കാം. 2 കോമൺ കളക്ടർ എന്നില്ല, കോമൺ കളക്ടറിന്റെ വേറൊരു പേരെന്താണ്, എമിറ്റർ ഫോളോവർ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ 2 എമിറ്റർ ഫോളോവേഴ്സ് ആർ കാസ്കേഡഡ് എന്നാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്, നമ്മൾ ആദ്യത്തെ ഒരു ട്രാൻസിസ്റ്റർ ഇങ്ങനെ കൊടുക്കുക, കൊടുത്തിട്ട് അതിൽ സാധാരണ ഒരു ആംപ്ലിഫയർ, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് ആണിത്. ആ ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഇതിന്റെ ആദ്യത്തെ എമിറ്റർ എടുത്ത് നേരെ രണ്ടാമതൊരു ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണ് കാസ്കേഡിങ് പോസിബിൾ ആവുന്നത്. ഓക്കെ, ഇങ്ങനെ കാസ്കേഡിങ് പോസിബിൾ ആക്കുന്നു. എന്നിട്ട് ഇവിടെ ഒരു എമിറ്റർ റെസിസ്റ്റർ ഉണ്ട്. നമ്മൾ നോർമലി ചെയ്യും പോലെ തന്നെ ഓരോ കറക്റ്റ് രണ്ടും ഒരേപോലെ ഒരേ സ്റ്റേജ് പോലെ ഇങ്ങനെ ആക്ട് ചെയ്യും. എന്നിട്ട് ഈ വി ഔട്ട് ഇവിടെ നിന്നായിരിക്കും എടുക്കുക. ഓക്കെ, ഇൻപുട്ട് അത് ഇവിടെ കൊടുക്കുന്നത് ആദ്യത്തെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻപുട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് വരിക. അതായത് ഫസ്റ്റ് 2 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാവും. ആ 2 ട്രാൻസിസ്റ്ററിൽ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിന്റെ എമിറ്ററിൽ നിന്നും സെക്കൻഡിന്റെ ബേസിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ഇത് 2 എമിറ്റർ ഫോളോവർ സർക്യൂട്ട് കണക്ട് ചെയ്ത് വെക്കുന്നതാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹൈ ഗെയിൻ അച്ചീവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഹൈ ഗെയിൻ ആയിട്ടുള്ള ഒരു കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഡിവൈസിനെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ 2 എണ്ണം കാസ്കേഡ് ചെയ്ത് വെക്കുന്നത്. എമിറ്ററിന്റെ ഫസ്റ്റ് ബേസ് രണ്ടാമത്തെ ബേസിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണ്, അവിടെ മൾട്ടിപ്ലൈ ചെയ്യും, ഗെയിൻ മൾട്ടിപ്ലിക്കേഷൻ നടക്കും, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഗെയിൻ നടക്കും. അപ്പൊ ഒരു ലാർജ് ഗെയിൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും ഇതിന്റെ ഒരു ശരിക്കുള്ള യൂസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള കറണ്ട് ആംപ്ലിഫിക്കേഷൻ വേണ്ടിടത്തൊക്കെ, സ്ട്രോങ് സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് വേണ്ടിടത്തൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഡ്രൈവിംഗ് മോട്ടോഴ്സ്, കറണ്ട് ലോഡ്സ് ഫ്രം ലോ സോഴ്സ് കറണ്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും ലോഡ് കറണ്ട് ഹൈ ആയിട്ട് വേണ്ടുന്ന അവസരങ്ങളിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡ്രൈവിംഗ് മോട്ടോഴ്സിലൊക്കെ നമ്മൾ ഈ ഡാർലിംഗ്ടൺ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫൈനൽ പവർ ആംപ്ലിഫയർ ഓഫ് എ റേഡിയോ ട്രാൻസ്മിഷൻ സ്റ്റേഷൻ ഈസ്. ഫൈനൽ പവർ ആംപ്ലിഫയർ സ്റ്റേജ്, അതായത് ഒരു റേഡിയോ ട്രാൻസ്മിറ്റർ സ്റ്റേഷനിലെ ഫൈനൽ പവർ ആംപ്ലിഫയർ സ്റ്റേജ് എപ്പോഴും ക്ലാസ് സി ആയിരിക്കും. ഓർത്ത് വെച്ചേക്കാം. ക്ലാസ് സിയുടെ പ്രത്യേകത എന്താണ്, അതിന്റെ എഫിഷ്യൻസി ഹൈ ആണ്. എഫിഷ്യൻസി ഹൈ ആണ്. ഡിസ്റ്റോഷൻ ഇവിടെ അധികം ബാധിക്കാത്തത് കൊണ്ട്, റേഡിയോ ട്രാൻസ്മിറ്റർ സ്റ്റേഷന്റെ കേസിൽ ഡിസ്റ്റോഷൻ അധികം ബാധിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ഡിസ്റ്റോഷൻ സൈഡ് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഡിസ്റ്റോഷനും ഹൈ ആണ്, പക്ഷെ എഫിഷ്യൻസി ഹൈ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ആപ്റ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, റേഡിയോ ട്രാൻസ്മിറ്ററിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ക്ലാസ് സി തന്നെയാണ്. അതായത് നമ്മൾ ആന്റിനയിലെ നമ്മുടെ ഔട്ട്പുട്ടിലെ ആന്റിനയെ ഡ്രൈവ് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു എഫിഷ്യൻസി വേണ്ടുന്ന ഒരു സർക്യൂട്ട് മാത്രമേ നമുക്ക് റേഡിയോ ട്രാൻസ്മിറ്ററിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് യൂസ് ചെയ്യാം, ക്ലാസ് സി ഉപയോഗിക്കാം. ഓക്കെ, പക്ഷേ ക്ലാസ് സിക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താണ്, ഡിസ്റ്റോഷനും കൂടുതലാണ്. അതായത് ലോ ലീനിയാരിറ്റി ആണ്. ലോ ലീനിയാരിറ്റി ആയതുകൊണ്ട് തന്നെ ഈ ക്ലാസ് സി ഉപയോഗിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം ലെസ് ദാൻ 180 ഡിഗ്രി ഔട്ട്പുട്ട് സിഗ്നൽ ഡിസ്റ്റോഷൻ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഇത് ഓഡിയോ ആംപ്ലിഫയേഴ്സിൽ യൂസ്ഫുൾ അല്ല. അതേപോലെ തന്നെ നമ്മുടെ നോട്ട് യൂസ്ഡ് ഇൻ ഓഡിയോ ആംപ്ലിഫയർ, അതേപോലെ തന്നെ എന്താണ്, എഫിഷ്യൻസി ഹൈ ആയതുകൊണ്ട് തന്നെ റേഡിയോ ട്രാൻസ്മിറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നു. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് ആൻ എമിറ്റർ ഫോളോവർ സർക്യൂട്ട് കോൺഫിഗറേഷൻ കനോട്ട് ബി മോർ ദാൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എമിറ്റർ ഫോളോവറിന്റെ ഗെയിൻ എത്രയാവാൻ പാടുള്ളൂ, 1 ആവാനേ പാടുള്ളൂ. ഗെയിനിന്റെ ഇക്വേഷൻ എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് എന്നുള്ളതാണ്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 1നേക്കാൾ കൂടുതൽ ആവാതിരിക്കുള്ളൂ. 1നേക്കാൾ അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ വോൾട്ടേജ് ഫോളോവർ എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഇവിടെ വോൾട്ടേജ്
ഫോളോവർ ആയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ കോമൺ എമിറ്റർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് കോമൺ എമിറ്റർ, ബഫർ ആംപ്ലിഫയർ, വോൾട്ടേജ് ആംപ്ലിഫയർ ഒക്കെ ആയിട്ട് വോൾട്ടേജ് ഫോളോവർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുള്ളൂ, അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗെയിൻ എപ്പോഴും 1നേക്കാൾ ലെസ് ആയിരിക്കണം, കനോട്ട് ബി മോർ ദാൻ 1 ആയിരിക്കണം. AV എന്ന് പറയുന്നത് ഒന്നുകിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, അത് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിനെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരു സർക്യൂട്ട് ആയിട്ടാണ് നമ്മുടെ കോമൺ കളക്ടർ അഥവാ എമിറ്റർ ഫോളോവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഷുഡ് ബി റെപ്ലിക്ക ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന നിലയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ, ആ ഒരു ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഒക്കേഴ്സ് ഇൻ ഡാഷ് ടൈപ്പ് ഓഫ് ആംപ്ലിഫയേഴ്സ്. ഇത് റിപ്പീറ്റ് ആയി വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ വരുന്നത് പുഷ് പുൾ ആംപ്ലിഫയർ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഒക്കർ ചെയ്യുന്നത് പുഷ് പുൾ ആംപ്ലിഫയർ ആണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചേക്കുക. ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഒക്കേഴ്സ് ഇൻ പുഷ് പുൾ ആംപ്ലിഫയേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the leakage current in a transistor is dash depend on. ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മെയിൻലി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡഡ് ആയിരിക്കും. അതായത് ടെമ്പറേച്ചറിന് മെയിൻലി ഡിപ്പെൻഡഡ് ആയിരിക്കും, പക്ഷെ ഡോപ്പിംഗ് ലെവലിനെയും അതേപോലെ തന്നെ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് അതിനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡയറക്ട്ലി കൂടുതലായിട്ടും എഫക്ട് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ തന്നെയാണ്. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്കറിയാം തെർമലി ജനറേറ്റഡ് മൊബൈൽ ചാർജ് കാരിയേഴ്സ്, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കൂടും. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കൂടും. നമുക്കറിയാം മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കൊണ്ടുണ്ടാവുന്ന കറണ്ടിനെ പറയുന്ന പേരാണ് ലീക്കേജ് കറണ്ട്. അപ്പൊ ഈ ലീക്കേജ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കൂടും. NPN ട്രാൻസിസ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസും മൈനോറിറ്റി എന്ന് പറയുന്നത് ഹോളാണ്. അതേപോലെ PNP എടുക്കുകയാണെങ്കിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോളും മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസും ആണ്. സോ ഇതിന്റെ എണ്ണം കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ഓട്ടോമാറ്റിക്കലി ലീക്കേജ് കറണ്ട് കൂടും. ഓക്കെ, ലീക്കേജ് കറണ്ട് കൂടും. അതിനൊരു റേഷ്യോ പറയുന്നുണ്ട്. അതായത് അതിന് കറക്റ്റ് പറഞ്ഞാൽ 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഓരോ 10 ഡിഗ്രിയിലും നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് ഡബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത് ഡബിൾ ആയിക്കൊണ്ടിരിക്കും. 10 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 2 മില്ലി ആംപിയർ ആണ് എക്സാമ്പിൾ പറഞ്ഞാൽ. 20 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ, അതായത് 10 ഡിഗ്രിയും കൂടെ കൂടുമ്പോൾ ഇതിന്റെ ഇരട്ടിയാവും, 4 മില്ലി ആംപിയർ ആവും. അങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ ഒരു റേഞ്ചിൽ. സോ നമുക്ക് ഉറപ്പായിട്ട് പറയാം ടെമ്പറേച്ചറിനെ വളരെയധികം ലീക്കേജ് കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, BJT ഈസ് ഡാഷ്. ഇതിൽ ഓപ്ഷൻ നോക്കാം. ടൈപ്പ് ഓഫ് FET അല്ല, UJT അല്ല, ബൈ ഡയറക്ഷണൽ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അല്ല, NPN ഓർ PNP ട്രാൻസിസ്റ്റർ. BJTയുടെ 2 ക്ലാസിഫിക്കേഷൻ ആണ്, NPN ആൻഡ് PNP. അത് എന്തിന്റെയാണ്, ചാർജ് കാരിയേഴ്സിന്റെ ബേസിലാണ്. ഇവിടെ എന്ന് പറയുന്നത് NPN മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്ന ഇലക്ട്രോൺസും PNP മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസും ആയിരിക്കും. ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ഓഫ് എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ ഇൻ എ CE ആംപ്ലിഫയർ. നമ്മുടെ CE ആംപ്ലിഫയർ എടുക്കുകയാണെങ്കിൽ, കോമൺ എമിറ്റർ ആംപ്ലിഫയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ എമിറ്ററിന് അക്രോസ് ഒരു റെസിസ്റ്റർ ഉണ്ട്, അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്ററിനെ പറയുന്ന പേരാണ് എന്ത്, ബൈപ്പാസ് കപ്പാസിറ്റർ. ഈ ബൈപ്പാസ് കപ്പാസിറ്ററിന്റെ യൂസ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും പ്രൈമറി യൂസ് ഓഫ് എ കപ്പാസിറ്റർ എന്താണോ അത് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. നമ്മുടെ കപ്പാസിറ്ററിന്റെ ഡ്യൂട്ടി എന്താണ്, കപ്പാസിറ്ററിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ AC കമ്പോണന്റ്, അതായത് ഹൈ ഫ്രീക്വൻസി കമ്പോണന്റിനെ പാസ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ലോ ഫ്രീക്വൻസി കമ്പോണന്റ് ആയിട്ടുള്ള DCയെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിലെ വരുന്ന ഹൈ ഫ്രീക്വൻസി കമ്പോണന്റ് ഈ കപ്പാസിറ്റർ ത്രൂ ബൈപ്പാസ് ചെയ്തു പോകും. ബാക്കി നമുക്ക് DC കമ്പോണന്റ് എന്ത് ചെയ്യും, ഔട്ട്പുട്ടിൽ കിട്ടുകയും ചെയ്യും. ഈ DCയെ കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യുന്നു. അതേ ഫംഗ്ഷൻ തന്നെയാണ് എന്താണ്, ഇവിടെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എന്താണ്, ആക്ട് ആസ് ഹൈ റെസിസ്റ്റൻസ് പാത്ത്. ആദ്യത്തെ ഓപ്ഷൻ നോക്കാം, ആക്ട് ആസ് ഹൈ റെസിസ്റ്റൻസ് പാത്ത് ടു DC സിഗ്നൽ. കറക്റ്റ് ആണ്. അതായത് ഹൈ റെസിസ്റ്റൻസ് ആണ് DCക്ക്, പക്ഷെ ACയെ പാസ് ചെയ്യും. സോ ഓപ്ഷൻ എ തന്നെയാണ്. മറ്റു ഓപ്ഷൻസ് ഇവിടെ നോക്കാം. ലോ റെസിസ്റ്റൻസ് പാത്ത് ടു DC അല്ല, പ്രൊവൈഡ് ലോ റെസിസ്റ്റൻസ് പാത്ത് ടു AC അല്ല, പ്രൊവൈഡ് ഹൈ റെസിസ്റ്റൻസ് പാത്ത് ഫോർ AC സിഗ്നലും അല്ല. കാരണം ACയെ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ്, DC സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യുന്നു. അതായത് ആക്ട് ആസ് ഹൈ റെസിസ്റ്റൻസ് പാത്ത് ഫോർ DC സിഗ്നൽ. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വിഡ്ത്ത് ഓഫ് ദ കളക്ടർ
ലെയർ ഇൻ എ ട്രാൻസിസ്റ്റർ. നമ്മളൊരു ട്രാൻസിസ്റ്ററിനകത്ത് 3 ലെയേഴ്സ് ആണ് ഉള്ളതെന്ന് പഠിച്ചു. എമിറ്റർ പഠിച്ചു, ബേസ് പഠിച്ചു, കളക്ടർ പഠിച്ചു. അതിൽ ഏറ്റവും ലാർജസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് കളക്ടറിനായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് മച്ച് ഗ്രേറ്റർ ദാൻ ബേസ് റീജിയൻ എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരിക. പക്ഷേ ബേസിനെക്കാളും എമിറ്ററിനെക്കാളും വലുത് തന്നെയാണ് കളക്ടർ. ഇവിടെ ഓപ്ഷനിൽ മച്ച് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബേസ് റീജിയൻ എന്നുള്ളതുകൊണ്ട് നമുക്ക് സി കൊടുക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ വിഡ്ത്ത് ഉള്ളത് കളക്ടറും അതേപോലെ തന്നെ എമിറ്റർ റീജിയൻ എന്ന് പറയുന്നത് കളക്ടറിനേക്കാൾ ചെറുതായിരിക്കും, പക്ഷേ ബേസിനേക്കാൾ വലുതായിരിക്കും. ഏറ്റവും വിഡ്ത്ത് കുറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് ബേസ് റീജിയൻ ആണ്. പിന്നെ എമിറ്ററിന്റെയും ബേസിന്റെയും കളക്ടറിന്റെയും ഡോപ്പിംഗ് കോൺസെൻട്രേഷനോട് ഓർത്ത് വെച്ചേക്കുക. എമിറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഹെവിലി ഡോപ്ഡ് ആയിരിക്കും, ബേസ് എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും, കളക്ടർ എന്ന് പറയുന്നത് മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. ഇതും ചോദിക്കാറുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. അപ്പൊ ഈ ഒരു ഫാക്ടേഴ്സും കൂടെ ഓർത്ത് വെച്ചേക്കാം. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.